നല്ല രുചിയുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇവിടെ തേങ്ങ വറുത്തരച്ച് ചേർക്കാതെ പൊടികൾ വറുത്ത് ചേർത്തുകൊണ്ട് നല്ല കുറുകിയ ചാറോടുകൂടി ചെയ്തെടുക്കുന്ന നല്ലൊരു കടലക്കറി. ഗരം മസാല വളരെ കുറച്ച് ചേർത്തുകൊണ്ട് ചിക്കൻ മസാലപ്പൊടിയോ മട്ടൻ മസാലപ്പൊടിയോ ഒന്നും ചേർക്കാതെ ഇതുപോലെ ഡാർക്ക് കളറിൽ ചെയ്തെടുക്കുന്ന ഈ കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. രാത്രിയിൽ കുതിർത്ത് വെച്ച കടലയാണിത്. ഇതിന് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുതിർന്നതിന് ശേഷം ഒരു 3 കപ്പ് കടലയുണ്ടിത്. ഇനി കടലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഒരു 12-15 ചെറുള്ളി ചേർക്കണം. കടലയുടെ കൂടെ ചെറുള്ളി ചേർക്കാനായിട്ട് നോക്കണം. തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സവാളയുടെ പകുതി ചേർക്കുക. ഇനി കടല വേകാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് 6-7 ഒക്കെ വിസിലടിപ്പിച്ച് നല്ലവണ്ണം വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി പൊടികൾ വറുത്തെടുക്കണം. ഞാനിവിടെ ഗ്യാസ് ഓണാക്കിയില്ല. ഇവിടെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഇനി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. എരിവുള്ളതോ എരിവില്ലാത്തതോടെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർക്കുക, വലിയ ജീരകം. ഇനി ഗ്രാമ്പു ചെറിയ 3 ചേർത്തിട്ടുണ്ട്. വലിയ ഗ്രാമ്പു ആണെങ്കിൽ 2 മാത്രം മതിയാകും. ചെറിയ 2 കഷ്ണം പട്ടയോടെ ചേർത്തിട്ടുണ്ട്, കനം കുറഞ്ഞത്. കൂടെ 2 ഏലക്കായോടെ ചേർത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ചെറു തീയിലിട്ട് നല്ലവണ്ണം ഇത് വറുത്തെടുക്കണം. പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും അളവ് കൂടി പോരുത്. കടലക്കറിക്ക് ഒരു കുത്തു ടേസ്റ്റ് ഉണ്ടാകും. ഇവിടെ 2 ഗ്രാമ്പു മതിയാകും വലിയ ഗ്രാമ്പു ആണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള പട്ടയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു പീസ് മതിയാകും. ഇനി പൊടിയുടെ കളർ നല്ലവണ്ണം മാറും, കുറച്ച് ഡാർക്ക് കളറാകും. മസാലയുടെയും പൊടിയുടെയും നല്ല മൂത്ത മണം വരും. അതുവരെ വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെച്ച് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പെരുംജീരകവും പട്ടയൊക്കെ നല്ലവണ്ണം ചൂടായത് കാരണം നന്നായിട്ട് ഇത് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. മസാല ഒന്ന് പൊടിയുന്നിടം വരെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും. ഇനി കടല നല്ലവണ്ണം വെന്തെടുത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് കടല ഇതിൻ്റെ കൂടെ ചേർക്കാവും. ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഈ അരയ്ക്കുന്ന കടല കൂടിപ്പോയി കഴിഞ്ഞാൽ ചാറ് ഒരുപാട് അങ്ങ് തിക്കാവും. പിന്നെ ടേസ്റ്റ് ഒരല്പം ഒന്ന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് കടല ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തരച്ചാൽ മതിയാവും. അരയാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. വെന്ത കടലയായത് കാരണം പെട്ടെന്ന് അരഞ്ഞു കിട്ടിക്കോളും. അരച്ചിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. കടലക്കറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഒരേ ഒരു ചെറിയ ബേ ലീഫ് അതൊന്ന് മുറിച്ചിടാം. 2 സവാള എടുത്തിട്ടുണ്ട്, കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി സവാളയുടെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഇനി ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറു തീയിലിട്ട് മൂടി വെച്ചാലും മതി. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുകയും വേണം. ഇവിടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കുകയാണ് 1 ടേബിൾ സ്പൂൺ. കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 10-12 വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ച് ചേർക്കണം. 1 കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. അതിൻ്റെ 2ൻ്റെ പച്ച ടേസ്റ്റ് മാറണം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തക്കാളി ചേർക്കണം. തക്കാളി ഒരുപാട് ചേർക്കരുത്. വളരെ ചെറിയ ഒരു പഴുത്ത തക്കാളി ചേർത്താൽ മതിയാകും. കടലക്കറിക്ക് പുളി മുന്നേ നിൽക്കരുത്.
തക്കാളി ഇനി ഒരുപാട് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഒരു 30-40 സെക്കൻഡ് മാത്രം. ഇതായിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. ഇനി വഴറ്റൊന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. അതിലെ ചെറുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും. ഇനി കറി നല്ലവണ്ണം തിളച്ചെടുക്കാനുണ്ട്. ഒരല്പം ഒന്ന് വറ്റും, അപ്പോഴത്തേന് ചാറങ്ങ് ഒരുപാട് തിക്കായി പോവും. ഇതിനി കുറച്ചുകൂടി നീട്ടിയെടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളമോ ചൂടുവെള്ളമോ എന്ത് വേണേലും ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർക്കേണ്ടി വരും. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് അതുകൂടി ചേർത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് ലൂസായിട്ട് തന്നെ ഒഴിച്ചെടുക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് വെട്ടിത്തിളപ്പിക്കണം. തണുത്തതിന് ശേഷം ഒരല്പം ഒന്ന് കുറുകും, അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഇനി തീ ഒന്ന് അല്പം കൂട്ടി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് വെട്ടിത്തിളയ്ക്കണം. അതിനുശേഷം തീ അല്പം ഒന്ന് കുറച്ച് ഒരു 5-6 മിനിറ്റ് നേരത്തേന് അങ്ങനെ തിളയ്ക്കട്ടെ. കടലക്കറി എപ്പോൾ ചെയ്താലും വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. അതുപോലെ നല്ല ഫ്രഷ് കറിവേപ്പില യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. കറിവേപ്പില കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്തും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കാം. അതേപോലെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്താൽ ഈ കടലക്കറിക്ക് നല്ല ടേസ്റ്റാണ്. നല്ലവണ്ണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം തീയെ കുറച്ചിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് കൂടി കൊടുക്കുക. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചാറ് വറ്റും. ആ മസാലയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് ഒരു സമയം അല്പം കൊടുക്കണമല്ലോ. ആ തീ കുറച്ചിട്ട് കൊടുക്കുക. ഇതൊരല്പം കുറുകിയിട്ടുണ്ടല്ലോ. ഇനി തണുത്തതിന് ശേഷവും ഒരല്പം കൂടി കുറുകി വരും. ഇവിടെ കുറച്ച് കടല അരച്ചത് കാരണം പാകത്തിന് കുറുകിയിട്ടുണ്ട്. കൂടുതൽ കടല അരയ്ക്കുവാണെങ്കിൽ ഈ സമയം ആകുമ്പോഴത്തേന് അങ്ങ് കട്ടിക്ക് അങ്ങ് കുറുകും. അങ്ങനെ വേണ്ട. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കമൻറ്റ് തരികയും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.